തലസ്ഥാനത്തെ വെള്ളക്കെട്ടിന് പരിഹാരം കാണേണ്ട പാർവതി പുത്തനാർ നാശത്തിന്റെ വക്കിൽ. നഗരത്തിൽ നിന്ന മാലിന്യത്തോടൊപ്പം ആറ്റിൽ കൂറ്റൻ മരങ്ങൾ വളർന്നത് ജലത്തിന്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തി. ഇതോടെ ദുരിതം പേറി ജീവിക്കുന്നത് നിരവധി വീടുകളാണ്. തലസ്ഥാനത്തുണ്ടാകുന്ന വെള്ളക്കെട്ടിന് പരിഹാരം കാണാനും ഈ വെള്ളം വേളി ഉൾപ്പെടെയുള്ള സമുദ്രത്തിലേക്ക് ഒഴുകിപ്പോകാനും ഉതകുന്ന ജലപാതയാണ് പാർവതി പുത്തനാറ്. എന്നാൽ ഇന്ന് പാർവതി പുത്തനാറിന്റെ അവസ്ഥ കാണുക. കയ്യേറ്റത്തോടൊപ്പം നഗരസഭയുടെ നവീകരണ പ്രവർത്തനങ്ങളും ഇല്ലാതായതോടെ പാർവതി പുത്തനാറിൽ വൻമരങ്ങൾ വളർന്നു. ഒഴുക്ക് നിലച്ചതോടെ ചെറുമഴയെത്തിയാലും പാർവതി പുത്തനാറിന് തീരത്തുള്ളവർ ദുരിതത്തിലായി. ദിവസം കൊണ്ട് വെള്ളത്തിനടിയിൽ കിടക്കുകയാണ്. എല്ലാവരോടും പറഞ്ഞു വന്നൊക്കെ നോക്കിയിട്ട് പോയി, ശരിയാക്കാന്ന് പറഞ്ഞ് ഇതുവരെ ഒന്നും ശരിയാക്കിയിട്ടില്ല. ഉള്ളത് ഈ പാർവതി പുത്തനാറിൽ അഴുക്ക് മാറ്റിയല്ലാതെ ഇത് പോകില്ല. തിരുവനന്തപുരം സിറ്റിയുടെ വെള്ളം മുഴുക്ക വന്നിറങ്ങുന്നതിൻ്റെ മെയിൻ സ്ഥലം എന്ന് പറയുന്നത് ഇവിടെയാണ്. അവിടെ വൃത്തിയാവാതെ പിന്നെ അതെങ്ങനെ വൃത്തിയാവും? ഈ ശുചീകരണം പറഞ്ഞിട്ട് ഇവർ കോർപ്പറേഷൻ ഒരു പണിയും ചെയ്യുന്നില്ല. അതാണ് മെയിൻ കാരണം. അതുകൊണ്ട് സിറ്റിയിൽ നിന്ന് വരുന്ന ഈ കംപ്ലീറ്റ് വേസ്റ്റ് വന്ന് അടിയുന്നതും ഇവിടുന്ന് ഈ പാർവതി പുത്തനാറിലോട്ട് ഒഴുകുന്നതും ആമേഴഞ്ചന്തോട് വഴിയാണ്. ഇപ്പോൾ അങ്ങനൊരു സംഭവമേ ഈ ഇപ്പോഴത്തെ മേയർ വരെ ഇതുവരെ ഒരു കാര്യവും ചെയ്തിട്ടില്ല. തലസ്ഥാന ജില്ലയിലെ ജലമൊഴുകി പോകേണ്ട പ്രധാന ജലപാത നാശത്തിന്റെ വക്കിലാണ്. മാലിന്യ നീക്കം കൂടി നിലച്ചത് പ്രദേശവാസികളെ വെള്ളക്കെട്ടിലാക്കിയിട്ടുണ്ട്. ഇന്നലെ ഇതുവഴി നടക്കാനൊക്കാത്ത ഒരു അവസ്ഥ ഉണ്ടായത്. ഈ പരിസരത്ത് കാണുന്ന ഈ വീടുകളിൽ അത്രയും വെള്ളം കയറി. ഇവിടെ വെള്ളം കെട്ടിക്കളയും. 15 മിനിറ്റ് മഴ പെയ്താൽ വെള്ളം കെട്ടി ഈ വീട്ടിന്റെ പരിസരത്ത് സകല വീട്ടിലും വെള്ളം കയറും. പാമ്പും പഴയതാരെയും എല്ലാം ഇതിനകത്ത് വീടുകളിലും കയറും. നേരത്തെ വെള്ളം കയറുമെങ്കിലും ഇത്തരം വേസ്റ്റ് ഇല്ല. ഇപ്പോൾ വേസ്റ്റ് വന്നതിന് ശേഷമാണ് ഈ കുഴപ്പത്തിൽ ഈ പോച്ച കയറി കിടക്കുന്നതിന് ഏറ്റവും കുഴപ്പമായത്. വെള്ളം തള്ളി പോകുന്നില്ല. പാർവതി പുത്തനാർ നവീകരിച്ചാൽ മാത്രമേ തലസ്ഥാനത്തെ അടിക്കടി എത്തുന്ന ഈ മഴയിലും തുടർന്നുള്ള വെള്ളക്കെട്ടിൽ നിന്നും ശാശ്വത പരിഹാരം കാണാനാകൂ എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. പാർവതി പുത്തനാറിനകത്ത് കാടും ചെടിയും മരങ്ങളും അടിഞ്ഞ് ഒരു വേസ്റ്റിനോ വെള്ളത്തിനോ ഒന്നും പോകാൻ പറ്റാത്ത അത്രത്തോളം ഇത് വല്ലാത്ത അവസ്ഥയിലാണ് ഈ ആറ് ഇരിക്കുന്നത്. കഴിഞ്ഞ എത്രയോ തവണയായിട്ട് നമ്മൾ പറഞ്ഞു തിരുവനന്തപുരം നഗരത്തിൽ വെള്ളക്കെട്ടിന് ഏറ്റവും വലിയ ശാശ്വത പരിഹാരം ആദ്യം തന്നെ ഈ പാർവതി പുത്തനാറിലെ നമ്മളിപ്പോൾ നവീകരണം വികസനത്തുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ചെടികളും മരങ്ങളും മറ്റുള്ള അനുബന്ധ ഈ വേസ്റ്റുകളൊക്കെ ഇവിടെ നിന്ന് മാറ്റിയാൽ ഒരുവിധം വെള്ളക്കെട്ട് ഓടിപ്പോകാനുള്ള സാധ്യത ഉണ്ടാവും. പിന്നെ പണ്ട് രാജഭരണകാലത്ത് കെട്ടിയിരുന്ന ഒരു ഓടയാണിത്. ഈ ഓടയുടെ താഴ്ഭാഗത്തായിട്ട് 2 കലുങ്ങുണ്ട്, ഈ വഴിയുണ്ട്. അത് കാരണം ഈ വരുന്ന വേസ്റ്റുകളെല്ലാം തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് എവിടെ വന്നിരുന്നാലും ഈ ലാസ്റ്റ് സമാപനം എന്ന് പറയുന്നത് ഇതായി കാണുന്ന ഈ സ്ഥലമാണ്. പാർവതി പുത്തനാറിലേക്ക് എത്തുന്ന കരിയിലത്തോട്, ആമേഴിഞ്ചാന്തോട്, തെക്കനംകര കനാൽ എന്നിവയും ശുചീകരിക്കണം. ഒപ്പം പാർവതി പുത്തനാറും നവീകരിച്ചാൽ ഒരു പരിധിവരെ ഈ വെള്ളക്കെട്ടിനെയും തലസ്ഥാന നഗരത്തെയും സംരക്ഷിക്കാനാകും. ജനം, തിരുവനന്തപുരം.